Good morning. Good morning. So, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആംബുലൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ അതില് നമ്മള് ഫസ്റ്റ് നമ്മൾ ആംബുലൻസിന്റെ പല ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് നമ്മൾ ഏതാ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പോകുന്നതിനനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. റോഡിലൂടെ പോകുന്നത് റോഡ് ഗോയിങ് ആംബുലൻസ്, പിന്നെ എയർ ഗോയിങ് ആംബുലൻസ്, നെക്സ്റ്റ് തേർഡ് വാട്ടർ ഗോയിങ് ആംബുലൻസ്. പിന്നെ അതിന്റെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമ്മൾ വീണ്ടും ആംബുലൻസിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഫങ്ഷണൽ ടൈപ്പ്, അതിന്റെ ഫങ്ഷൻ നോക്കിയിട്ടാണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എമർജൻസി ആംബുലൻസ്, സെക്കൻഡ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, തേർഡ് ആംബുലൻസ് ബസ്, നെക്സ്റ്റ് ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സെവൻത് വൺ ആണ് സൈക്യാട്രിക് ആംബുലൻസ്. ഇതൊക്കെ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച്, അതിന്റെ ഫങ്ഷൻ അനുസരിച്ച് ഇങ്ങനെ 7 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതിനകത്ത് വരുന്നത് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. അതിന് നമുക്ക് കിട്ടുന്ന കെയർ അനുസരിച്ച് നമ്മൾ ആംബുലൻസിന് നമുക്ക് 4 ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി അല്ലെ? അതിനകത്ത് ടൈപ്പ് എയിൽ എന്താ പറഞ്ഞ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അധികം ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. നോ അവേ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിള്. വാഹനത്തിന്റെ ഉള്ളിൽ അല്ലെ ആംബുലൻസിന്റെ ഉള്ളിൽ അധികം മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല. നമ്മൾ അനങ്ങാൻ പറ്റാതെ വളരെ കെയർ കൊടുക്കുന്ന പേഷ്യൻസിനെ ഒന്നും അതില് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സാധാ ഒരു ആംബുലൻസ് ആണ്. ഓക്കെ, not able to carry patient who are lying horizontally with the face and torso facing upward. അല്ലെ? അപ്പൊ അത് സാധാ ടൈപ്പ് ആംബുലൻസ് ആണ്. മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇനി ടൈപ്പ് ബിയിൽ എങ്ങനെയായിരുന്നു? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ടൈപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ എമർജൻസി ആംബുലൻസിലുള്ള ജോലിക്കാരേക്കായും ക്വാളിഫിക്കേഷൻ കുറവുള്ള ജോലിക്കാരായിരിക്കും ടൈപ്പ് ബി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് പേഷ്യൻസിനെ ഒന്ന് കിടത്തണം, അവരെ ഒന്ന് മൂവ് ചെയ്യിക്കാം, അങ്ങനെ അത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാവും. എമർജൻസി ആംബുലൻസിലെ ജോലിക്കാരുടെ അത്രയും ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട ടൈപ്പ് ബി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നവർക്ക്. ഇത് ഡ്യൂട്ടി എന്താ? ഇതിന്റെ ട്രാൻസ്പോർട്ടിങ് പേഷ്യൻസിനെ കൊണ്ടുപോവുക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി. അതെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ കുറവ് മതി. എമർജൻസി ആംബുലൻസിലെ ജോലിക്കാരേക്കായും ഒക്കെ ഈ ക്വാളിഫിക്കേഷൻ കുറവുള്ളത് മതി. അത്ര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആംബുലൻസ് അല്ല ടൈപ്പ് എയും ടൈപ്പ് ബിയും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ടൈപ്പ് സി പറഞ്ഞ് അത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇതെങ്ങനെയാ? ഈ ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് അപ്പോ ഈ സ്യൂട്ടബിൾ സ്റ്റാഫ് വേണം, നല്ല എക്യുപ്മെന്റ്സ് വേണം. സ്യൂട്ടബിളി എക്യുപ്ഡ് ആൻഡ് സ്യൂട്ടബിൾ സ്റ്റാഫ് ഫോർ ദ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം എന്താ ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് പോലുള്ള ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ വേണം. അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലിക്കാരായിരിക്കണം അതിനകത്ത് ഉള്ളത്. ഇപ്പൊ ഡ്രൈവറിനാണെങ്കിലും കുറച്ചും കൂടി ഈ ടൈപ്പ് ബിയിലൊക്കെ ഉള്ള ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നവരെക്കാളും കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിരിക്കണം. അത്യാവശ്യം ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിയുന്ന ടൈപ്പ് ആളുകൾ വേണം ഈ ടൈപ്പ് സിയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് മോണിറ്ററിംഗ് ഒക്കെ ആവശ്യമുള്ള പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകാനുള്ളതാണ്. അതെന്ന് വെച്ചാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആംബുലൻസ് ആയിരിക്കും ഇത്. ഓക്കെ,
പിന്നെ അടുത്തത് ടൈപ്പ് ഡി ആണ്. ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ ടൈപ്പ് സിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും ടൈപ്പ് ഡി ആംബുലൻസ് എന്ന് പറയുന്നത്. ടൈപ്പ് സിയിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് പറഞ്ഞേക്കണേ? വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ലൈക്ക് ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അതുപോലെ അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകളും വേണം ഈ ടൈപ്പ് സിയില്. എന്നാൽ ടൈപ്പ് ഡിയിൽ എന്താ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. ടൈപ്പ് ഡി ആംബുലൻസ് എന്താ അറിയപ്പെടുന്നത്? കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് അറിയപ്പെടുന്നു. ഒരു അത്യാവശ്യം ഒരു ICU തന്നെ ഉണ്ടായിരിക്കും ആംബുലൻസിൽ. അത്ര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള, അപ്പൊ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും വേണമല്ലോ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് ഡി ആംബുലൻസ് എന്ന് പറയുന്നത്. വെഹിക്കിൾ ഡിസൈൻഡ് എർഗോണമിക്കലി കംഫോർട്ട്, എഫിഷ്യൻസി ഒക്കെ നല്ല കംഫോർട്ട് ആയിട്ടുള്ളതും എഫിഷ്യൻസി ആയിട്ടുള്ള ഒക്കെ എക്യുപ്മെന്റ്സുകളും അതുപോലെ തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും ഒക്കെ ഇതിനകത്ത് വേണം. ഓക്കെ, ഇന്റൻസീവ് മോണിറ്ററിങ്, അതായത് തീവ്രമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആംബുലൻസ് ആണ്. അപ്പൊ അതിനകത്ത് നോക്കിയേ, ദിസ് ഈസ് എക്വിപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ്. ഏതൊക്കെയാ? ഡിഫിബ്രില്ലേറ്റേഴ്സ് machine used to resume the heart, ECG machine, ventilator, oxygen cylinder, pulse oximeter, resuscitation kit, suction machine, nebulizer, BP apparatus. ഇങ്ങനെയുള്ള വളരെ ഇന്റൻസീവ് കെയറിങ് കൊടുക്കുന്ന ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉള്ള എന്താ പറയുക, ഒരു ICU തന്നെ ഒക്കെ സെറ്റ് ചെയ്ത രീതിയിലുള്ള ആംബുലൻസ് ആയിരിക്കും. ടൈപ്പ് സിനെക്കായും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 4 ടൈപ്സ് ഓഫ് ആംബുലൻസ്. അതിന്റെ 4 ടൈപ്പും. ടൈപ്പ് അത് എക്സാമിന് ചോദിക്കും കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. 4 ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. ടൈപ്പ് എയില് എന്തൊക്കെയാണ്? ടൈപ്പ് ബി എങ്ങനെയാണ്? ടൈപ്പ് സി, ടൈപ്പ് ഡി. ടൈപ്പ് ഡി ആണ് ഏറ്റവും അഡ്വാൻസ്ഡ്. ടൈപ്പ് സിനെക്കായും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഒരു ICU തന്നെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നോക്കാം. ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത് നോക്കണം കേട്ടോ. അപ്പൊ അവിടെ എക്സാമിനാണെങ്കിലും നമുക്ക് ചോദിക്കാം, മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്, ഏത് മെഷീൻ ആണ് എന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ ഹാർട്ട് റേറ്റ് അറിയുന്നത് ECG മെഷീൻ, പിന്നെ വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ. അതെന്തിനാ? യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. പിന്നെ റെസിസ്റ്റേഷൻ കിറ്റ്, അതെന്ന് വെച്ചാൽ ലങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ലങ്സിന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേറെ എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുക, അത് ആ ചുരുങ്ങിപ്പോയ ലങ്സ് അത് വീർപ്പിക്കുക, ഒരു ബലൂൺ പോലെ ഊതി ഒക്കെ വികസിപ്പിച്ചെടുക്കുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉള്ള ഒരു കിറ്റ്. പിന്നെ അതുപോലെ തന്നെ സക്ഷൻ മെഷീൻ, കഫമൊക്കെ വലിച്ചെടുക്കാനുള്ളത്, നെബുലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളത്, BP അപ്പാരറ്റസ്. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം ഇത് ടൈപ്പ് ഡി ആംബുലൻസിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ജോലിക്കാര് ക്രൂസ് എങ്ങനെയായിരിക്കും? ഈ എക്യുപ്മെന്റ്സുകളൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിവുള്ള ഒരു ആളുകളായിരിക്കണം ആ ടൈപ്പ് ഡി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്യുപ്മെന്റ്സ് ആണ്. ഇത്രയല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ്. Beside the equipment straightly used for the treatment of patients, ambulance should be fitted with a range of extra equipments which are used in order to facilitate. In order to facilitate, FACILITATE, facilitate patient care
ദിസ് ഇൻക്ലൂഡ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് എക്യുപ്മെന്റ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഈ ഇപ്പൊ ഏതാ ഓരോ ആംബുലൻസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ടൈപ്പ് സി ടൈപ്പ് ഡി ആംബുലൻസിലൊക്കെ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ, വെന്റിലേറ്റർ, പിന്നെ സക്ഷൻ മെഷീൻ, നെബുലൈസർ, BP അപ്പാരറ്റസ്, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഓൾറെഡി ആംബുലൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ടൈപ്പ് അനുസരിച്ച്. എന്നാൽ ഇത് കൂടാതെ എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളും ആംബുലൻസിലുണ്ട്. Beside the equipment strictly used for the treatment of patients, പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലോ അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി നേരിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ എക്സ്ട്രാ കുറച്ച് എക്യുപ്മെന്റ്സുകൾ കൂടി ഈ ആംബുലൻസിലുണ്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഉപകരണങ്ങൾക്ക് പുറമെ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളും ആംബുലൻസിലുണ്ട്. Which are used in order to facilitate patient care. This includes, അത് രോഗികളുടെ പരിചരണം, കെയർ കുറച്ചും കൂടി അവർക്ക് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പരിചരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഉള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് ടു-വേ റേഡിയോ. ടു-വേ റേഡിയോ ഇത് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആംബുലൻസിലുള്ള ക്രൂസ് ഡ്രൈവേഴ്സിനൊക്കെ ആ ഹോസ്പിറ്റലുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിന് വേണ്ടിയിട്ടുള്ളതാണ് ടു-വേ റേഡിയോ. അവിടെ ഒന്ന് നോട്ട് ചെയ്തോ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക കേട്ടോ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ടു-വേ റേഡിയോ എന്ന് പറയുന്നത്. ഡ്രൈവേഴ്സും ഹോസ്പിറ്റലിലുള്ള ആളുകളും തമ്മിലുള്ള വിവരങ്ങൾ, മെസ്സേജുകൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്നു ടു-വേ റേഡിയോ. ഡ്രൈവേഴ്സും ആംബുലൻസിലുള്ള ഡ്രൈവറും ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളൊക്കെ തമ്മിലുള്ള ആളുകളും തമ്മിലുള്ള മെസ്സേജുകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ വിളിച്ച് പറഞ്ഞ് അപ്പൊ അത് അതിനൊരു സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ അവര് പറയുന്നു. ആ ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ടു-വേ റേഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വൺ is the most important piece of equipment in present day emergency medical services, since allows for the issuing of job to the ambulance and can permit the crew to pass the information back to control or to the hospital. ഓക്കെ, നമ്മളിപ്പോ ഈ ഇത് പറഞ്ഞു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാന്ന് പറഞ്ഞു. ഈ പേഷ്യൻസ്, ഈ ഡ്രൈവറും ആംബുലൻസിലെ ഡ്രൈവറും ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളും തമ്മിലുള്ള മെസ്സേജ് ഒക്കെ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടു-വേ റേഡിയോ എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പൊ നമ്മള് ചെല്ലേണ്ട, ഇപ്പൊ പേഷ്യന്റിനെ കൊണ്ട് പോവുകയാണെങ്കിൽ ആ ചെല്ലേണ്ട ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിനകത്തുള്ള പേഷ്യൻസിനെ ഞങ്ങളിപ്പോ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പൊ ആ ചെല്ലേണ്ട ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അറിയിക്കുകയും അതനുസരിച്ച് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ തിരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ടു-വേ റേഡിയോ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഡ്രൈവറും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, വിവരങ്ങൾ കൈമാറാൻ, മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ടു-വേ റേഡിയോ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്ത ഫോർ എക്സാമ്പിൾ priority message to warn the hospital of the imminent arrival of a critical patients. അപ്പൊ ഗുരുതരാവസ്ഥയിൽ നല്ല എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ട് ഉള്ള ചെല്ലുമ്പോൾ അപ്പൊ ആ നമ്മളിപ്പോ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഇപ്പൊ ഞങ്ങളിങ്ങനെ പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊണ്ടുവരുവാന്ന് ഓൺ ദ വേയിലാണെങ്കിലും ഇപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ ആംബുലൻസ് ചെന്ന് നിൽക്കുമ്പോഴേക്കും തന്നെ അവിടെ ആ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള വീൽ ചെയർ ഒക്കെ അല്ലെങ്കിൽ സ്ട്രക്ചറൊക്കെ അവര് അവിടെ ചെല്ലുമ്പോഴത്തേക്കും റെഡിയാക്കും. അത്ര എമർജൻസി ആയിട്ടുള്ള ഇതിനകത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മള് അപ്പൊ അതൊക്കെ ആർക്ക് ചെയ്യാം? ആ ഡ്രൈവേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഈ ആംബുലൻസിലെ ക്രൂസിനും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു മെസ്സേജ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ടു-വേ റേഡിയോ ഉപയോഗിക്കുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുടെ വരവിനെ കുറിച്ച് ആ ഹോസ്പിറ്റലിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ കൈമാറുന്നതിനാണ് ടു-വേ റേഡിയോ ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് തന്നേക്കുന്നത് മൊബൈൽ ഡേറ്റ ടെർമിനൽ. മൊബൈൽ ഡേറ്റ ടെർമിനൽ
മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ഈ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ഒരു കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ, അതാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. Some ambulances are equipped with the mobile data terminals or MDTs, the expanded form mobile data terminals, which are linked without wire to a central computer, usually at the control center. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെസ്സേജുകൾ എല്ലാരും ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അത് വിത്തൗട്ട് വയർ ലിങ്ക്ഡ്, വിച്ച് ആർ ലിങ്ക്ഡ് വിത്തൗട്ട് വയർ ടു സെൻട്രൽ കമ്പ്യൂട്ടർ. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങള് കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ അപ്പൊ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു വ്യൂ കിട്ടുക ചെയ്യുന്നത്. അപ്പൊ ആംബുലൻസിലുള്ള ഈ സ്റ്റാഫുകള് ഇപ്പൊ പേഷ്യൻസിനൊക്കെ എന്തൊക്കെ കെയറുകളാണ് ആംബുലൻസിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കെയർ ആണ് കൊടുക്കുന്നത് എന്നൊക്കെ ഒരു ഡയറക്റ്റ് ആ ഒരു ഇത് വഴി നമ്മൾ സെൻട്രൽ കമ്പ്യൂട്ടർ വഴി അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ കെയർ ആ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഡയറക്റ്റ്. മറ്റത് മൗത്ത് ടു മൗത്ത് ആണ് നമ്മൾ പറഞ്ഞത്, ടു വേ റേഡിയോ, മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്താ പറയാ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതാണ് ആ വ്യത്യാസം വരുന്നത്. സം ആംബുലൻസ് ആർ എക്വിപ്ഡ് വിത്ത് മൊബൈൽ ഡാറ്റ ടെർമിനൽ വിച്ച് ആർ ലിങ്ക്ഡ് വിത്തൗട്ട് വയർ ടു എ സെൻട്രൽ കമ്പ്യൂട്ടർ. ചില ആംബുലൻസുകളിൽ മൊബൈൽ ഡാറ്റ ടെർമിനലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. അത് എങ്ങനെയാ വയർലെസ് ആണോ? വയറില്ല, വയർലെസ് കമ്പ്യൂട്ടറുമായിട്ട് അത് കണക്ട് ചെയ്തേക്കാണ്. These terminals can function in the place of alongside two-way radio and can be used to pass the details of works to the crew. അപ്പൊ അതാ പറഞ്ഞത് ആംബുലൻസിലുള്ള ക്രൂസ് എന്ന് പറഞ്ഞാൽ ജോലിക്കാര്, അവരുടെ വർക്ക് എങ്ങനെയാണ്, അവര് ആ പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ കെയർ കൊടുക്കുന്നത് എന്നുള്ളത് ഡയറക്റ്റ് വ്യൂ കാണാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റലില് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ക്യാൻ ലോഗ് ദ ടൈം ദ ക്രൂ വാസ് മൊബൈൽ ടു പേഷ്യന്റ് അറൈവ്ഡ് ആൻഡ് ലെഫ്റ്റ് ദ സീൻ ഓർ ഫുൾഫിൽ എനി അതർ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ. ഇതെന്ന് പറഞ്ഞപ്പോ നമ്മൾ നേരെ വിളിച്ചു പറയുന്നതിനേക്കാളും കുറച്ചും കൂടി മെസ്സേജ് ഇതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. നമ്മൾ വിളിച്ചിപ്പോ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഇത് ലൈവ് ആണല്ലോ, അപ്പൊ നേരിട്ട് കണ്ടാണ് അതിനൊരു സൊല്യൂഷൻ തരുന്നത്. അപ്പൊ കുറച്ചും കൂടി മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് അവിടെ റെക്കോർഡായിരിക്കും, എല്ലാ കാര്യങ്ങളും റെക്കോർഡായിരിക്കും. മെഡിക്കൽ ടീമിന് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവർക്ക് അതനുസരിച്ച് ഇവർ കൊടുക്കുന്നതിലൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് നഴ്സിനൊക്കെ ആണെങ്കിലും അപ്പൊ തന്നെ അത് നോക്കിയിട്ട് തന്നെ അതിന് അവർക്കുള്ള ഒരു ഡിസിഷനൊക്കെ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആംബുലൻസ് വരുന്ന വഴി, അത് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, ഇതൊക്കെ നമ്മൾ ഫുള്ളി റെക്കോർഡഡ് ആയിരിക്കും, ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന പറഞ്ഞേക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ക്ലിയർ ആയിട്ട് നമ്മൾ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡയറക്റ്റ് കാണാൻ പറ്റുന്നു. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ അതനുസരിച്ചുള്ള എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ അവർക്ക് ക്രൂസിന് കൊടുക്കണമെങ്കിൽ അതും ആ മെസ്സേജും കൊടുക്കാൻ പറ്റും. എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. കുറച്ചും കൂടി മെസ്സേജുകൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള മെസ്സേജുകൾ ഇതിൽ കൂടെ മൊബൈൽ ഡാറ്റ ടെർമിനൽ വഴി പാസ് ചെയ്യാൻ പറ്റും. ഇനിയാണ് എവിഡൻസ് ഗ്യാതറിംഗ് CCTV എന്ന് പറയുന്നത്. ചില ആംബുലൻസുകളിലൊക്കെ CCTV ഉണ്ടായിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് നോക്കിയേ. സം ആംബുലൻസ് ആർ നൗ ഗോയിങ് എക്വിപ്ഡ് വിത്ത് വീഡിയോ ക്യാമറ വിച്ച് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ആക്ടിവിറ്റി ഐദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ വെഹിക്കിൾ. ആ ആംബുലൻസിന്റെ ഉള്ളിലും പുറത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ ആ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ആ ക്യാമറ ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും. ദേ മേ ഓൾസോ ബി
child with the sound recording facilities. ഇത് കൂടാതെ സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. This can be used as a protective measures from violence against the ambulance crew. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ആ ആംബുലൻസിലെ ജോലിക്കാർക്ക് എതിരെയുള്ള എന്തെങ്കിലും അതിക്രമങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ CCTV സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ചില കേസുകളിൽ or some cases to manifest or refute cases where a member of the crew stands accused of wrongdoing. അതിനകത്ത് അക്യൂസ്ഡ് എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക, ACCUSED, അക്യൂസ്ഡ് കുറ്റപ്പെടുത്തുക. മാനിഫെക്റ്റ് എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ്, MANIFEST, പ്രകടമായ മാനിഫെക്റ്റ്. റെഫ്യൂട്ട് കേസസ് എന്ന് പറഞ്ഞാൽ ഇത് നിഷേധിക്കുന്ന, റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിരസിക്കുക. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് എവിഡൻസ് ഗ്യാതറിംഗ് CCTV എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആംബുലൻസിന്റെ ഉള്ളിൽ നടക്കുന്നതും, അപ്പൊ ചില ആംബുലൻസിലാട്ടെ, എല്ലാ ആംബുലൻസിലെ കാര്യമല്ല, ചില ആംബുലൻസിൽ എവിഡൻസ് ഗ്യാതറിംഗ് CCTV കണക്ട് ചെയ്തിട്ടുണ്ട്. അവ വാഹനത്തിന്റെ ഉള്ളിലോ പുറത്തോ നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡ് ഫെസിലിറ്റിയും ഉണ്ട്, അതിനകത്ത് ഉണ്ട്. പിന്നെ ആംബുലൻസ് ക്രൂസ്, ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ക്രൂസിന് എതിരായിട്ട് എന്തെങ്കിലും അക്രമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? അത് CCTV വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാം. അപ്പൊ അതാരാണ് എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ CCTVയിലൂടെ തന്നെ അത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞേക്കുന്ന ചില കേസുകളിൽ, ഇൻ സം കേസസ് ടു മാനിഫെസ്റ്റ് or refute cases where a member of the crew stands accused of wrongdoing. അപ്പൊ ചില കേസുകളിൽ ഒരു ജോലിക്കാരൻ ചെയ്ത, ആംബുലൻസിലുള്ള ജോലിക്കാർ ചെയ്ത തെറ്റായ പ്രവൃത്തികൾക്ക് അവർക്കുടെ മേലെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അപ്പൊ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ ഉള്ളത് ആ CCTVയുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും ആംബുലൻസിന്റെ ഉള്ളിലുള്ളതും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ ഈ ക്രൂസിനെതിരായിട്ട് എന്തെങ്കിലും കുറ്റങ്ങളോ എന്തെങ്കിലും ആരോപിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും. ഈ CCTV ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊരു പ്രൂഫാണല്ലോ ശരിക്കും. അപ്പൊ അത് റെക്കോർഡഡ് ആണ്. അപ്പൊ അത് CCTVയിൽ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പൊ അത് അവർക്കുടെ ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെട്ടാൽ അത് അവർക്ക് നിഷേധിക്കാം. ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ഒരു പ്രൂഫാണ്. CCTV ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അത് പ്രകടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ നിഷേധിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു മാധ്യമമാണ് CCTV എന്ന് പറയുന്നത്, എവിഡൻസ് ഗ്യാതറിംഗ് CCTV. പിന്നെ ഇത് എന്തിനു കഴിഞ്ഞാൽ ഈ ആംബുലൻസ് ക്രൂസിന് എതിരെയുള്ള വയലൻസിന് എതിരെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ഫോർത്ത് ആണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത്, ആംബുലൻസ് ക്യാൻ ബി എക്വിപ്ഡ് വിത്ത് എ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഒരു ചെരിഞ്ഞ ഇതാണ്, ഒരു ചെരിഞ്ഞ സ്ഥലം. ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ലോഡിംഗ് എ പേഷ്യന്റ് വിത്തൗട്ട് ഹാവിംഗ് ടു ടേക്ക് അപ്പ് എനി ലിഫ്റ്റിംഗ്. അതായത് വളരെ വണ്ണമുള്ള ആളുകളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നമ്മള് ഈ എമർജൻസി ആയിട്ടുള്ള കേസുകളിൽ നമ്മള് പേഷ്യന്റിനെ അനക്കാതെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് പൊക്കി കയറ്റാൻ പറ്റാത്ത, അപ്പൊ കൈയും കാലൊക്കെ ഇതാണ്, സ്ക്രാച്ച് ആണ്, നമുക്ക് അനക്കാതെ അവരെ കയറ്റണമെങ്കിലൊക്കെ ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ ഉപയോഗിക്കും. ഓക്കെ, പേഷ്യന്റിനെ ലിഫ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എടുത്ത് പൊക്കി കയറ്റാതെ തന്നെയുള്ള ഒരു സൗകര്യം കൊടുക്കുകയാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് വഴി. അത് രണ്ട് കേസുകളാണ്. നമുക്ക് നോക്കി, ആംബുലൻസ് ക്യാൻ ബി എക്വിപ്ഡ് വിത്ത് എ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ലോഡിംഗ് എ പേഷ്യന്റ് വിത്തൗട്ട് ഹാവിംഗ് ടു ടേക്ക് അപ്പ് എനി ലിഫ്റ്റിംഗ്. നമുക്ക് എടുത്ത് ഉയർത്തി അല്ലെങ്കിൽ
ഇപ്പൊ അധികം വണ്ണം ഉണ്ടെങ്കിൽ അവരെ എടുത്ത് പൊക്കി കയറ്റാന്നുള്ള ബുദ്ധിമുട്ടാണ്. അതുപോലെ നല്ല എമർജൻസിയിൽ കെയർ കൊടുക്കേണ്ട ഇതിനകത്താണെങ്കിലും നമുക്ക് കൈയും കാലൊക്കെ എടുത്ത് പിടിച്ച് പൊക്കി കയറ്റുമ്പോൾ അവർക്ക് ആ പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും അപ്പൊ പേഷ്യൻസിനെ എടുത്തു ഉയർത്താതെ തന്നെ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു ഇതാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. This is particularly important where the patient is obese or specially care transport that need a large, huge equipment such as a neonatal incubator or hospital beds. Infant incubator. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ബർത്ത് ആയിട്ട് ഇപ്പൊ ഈ ഈ മാസം തികയാതെ ഉണ്ടാകുന്ന കുട്ടികളല്ലേ, അപ്പൊ 8ാം മാസത്തിൽ ഉണ്ടാകുന്ന, അപ്പൊ അവർക്കുടെ നോർമല് വളർച്ച എത്തുന്ന വരേക്കും ഇൻക്യുബേറ്ററിലായിരിക്കും അവർക്ക് എടുക്കുന്നത്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ആ കുട്ടികൾക്ക് നോർമൽ അല്ല ഒരു ഈ എന്താ പറയാ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന പോലെ അതേ സുരക്ഷിതത്വം അതേ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിനോട് അവർക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കടെ ആ ഫുള്ള് ഇത് മാറുന്ന വരേക്കും അല്ലെങ്കിൽ അവർക്കടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്ന വരേക്കും സേഫ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ നിയോണറ്റൽ ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ഇൻഫന്റ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഹ്യൂജ് എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിലും അതൊക്കെ നമ്മൾ കയറ്റാനും ഇറക്കാനും ഒക്കെ ആണെങ്കിലും ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ വഴി ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, this is a particularly important where the patient is obese or obese എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊണ്ണത്തടി, obese or specially care, ഭയങ്കര പൊണ്ണത്തടി ഉള്ളതോ അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ ട്രാൻസ്പോർട്ട് സമയത്ത് സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന പേഷ്യൻസിനെയൊക്കെ ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ വളരെയധികം പ്രയോജനപ്പെടും. പിന്നെ അതോടൊപ്പം തന്നെ ഹ്യൂജ് എക്യുപ്മെന്റ്സ് സച്ച് ആസ് നിയോണറ്റൽ ഇൻക്യുബേറ്റർ ഓർ ഹോസ്പിറ്റൽ ബെഡ്സ്, ഇങ്ങനെയുള്ള ഹ്യൂജ് ഇൻസ്ട്രുമെന്റ്സുകളും എക്യുപ്മെന്റ്സുകളും കയറ്റാനും ഒക്കെ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ ഉപയോഗിക്കാം. There may also be equipped connected with to this such as a winches എന്ന് വെച്ചാൽ പടി, which are formed to pull weightly patient into the vehicle. അപ്പൊ ഭാരമുള്ള രോഗികളെയൊക്കെ പേഷ്യൻസിനെയൊക്കെ വാഹനത്തിലേക്ക് വലിക്കുന്നതിനായി രൂപീകരിച്ച വിഞ്ചസ് പോലുള്ള ഉപകരണങ്ങള് ഇതുമായിട്ട് ടെയിൽ ലിഫ്റ്റുമായിട്ട് ബന്ധിപ്പിക്കാം. അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേഷ്യൻസിനെ വലിച്ച് അങ്ങോട്ട് കയറ്റാം. ഇങ്ങനെ തള്ളി വിട്ടാൽ മതി, തന്നെ കയറിപ്പോക്കോളും. അങ്ങനെ കയറ്റാൻ പറ്റുന്നതാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ പറയുന്നതാണ് ട്രോമ ലൈറ്റിംഗ്. Beside to normal working lighting, ambulance can be fitted with a special lighting, often blue or red, which is used when the patient become photosensitive. Okay, ട്രോമ ലൈറ്റിംഗ്. അപ്പൊ സാധാരണ ലൈറ്റിംഗ് കൂടാതെ ആംബുലൻസിൽ ട്രോമ ലൈറ്റിംഗ് ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് ഒക്കെ ഈ ലൈറ്റ് സെൻസിറ്റീവ് ആണ്, ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അവർക്ക് നോർമൽ ലൈറ്റ് പറ്റില്ല. ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് നോർമൽ ലൈറ്റ് പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രോമ ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അത് നോർമൽ വർക്കിംഗ് ലൈറ്റിന്റെ ഒപ്പം തന്നെ ആംബുലൻസിൽ ഫിറ്റ് ചെയ്തേക്കുന്ന സ്പെഷ്യൽ ലൈറ്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓഫൺ ബ്ലൂ ഓർ റെഡ്. എന്താ കളറ്? ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും. ഓഫൺ ബ്ലൂ ഓർ റെഡ്, വിച്ച് ഈസ് യൂസ്ഡ് when the patient become photosensitive. ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന പേഷ്യൻസ് ഫോട്ടോസെൻസിറ്റീവ് ആണെങ്കിൽ നോർമൽ ലൈറ്റ് അവർക്ക് പറ്റില്ലെങ്കിൽ അവർക്ക് അഡീഷണൽ ലൈറ്റിംഗ് വേണ്ടിവരും, സ്പെഷ്യൽ ലൈറ്റിംഗ് വേണ്ടിവരും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റീസ് ഈ ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ട്രോമ ലൈറ്റിംഗ്. Beside to normal working lighting, ambulance can be fitted with a special lighting,
അതിനാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നോർമലി ആംബുലൻസിലുള്ള ലൈറ്റിന് കൂടാതെ തന്നെ അതിന്റെ ഒപ്പം തന്നെ ചില സ്പെഷ്യൽ ലൈറ്റുകളും ഉണ്ട്. അതിനാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് ബ്ലൂ കളറിലോ അല്ലെങ്കിൽ റെഡ് കളറിലോ ഒക്കെ ആകാം. വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദ പേഷ്യന്റ് പിക്കപ്പ്. അത് എപ്പോഴും ഉപയോഗിക്കേണ്ട. പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ചില പേഷ്യൻസിന്റെ ഒക്കെ നോർമൽ ലൈറ്റ് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ മാത്രം ട്രോമ ലൈറ്റ് യൂസ് ചെയ്താൽ മതിയാവും. ഇനി ആറാമത്തെ എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷനിങ് ആണ്. എയർ കണ്ടീഷനിങ്. Ambulance are actually equipped with a separate air conditioning system. ചില ആംബുലൻസുകൾ, എല്ലാ ആംബുലൻസിലും ഇല്ല, ചില ആംബുലൻസ് എന്ന് പറഞ്ഞാൽ AC ഉണ്ടായിരിക്കും, എയർ കണ്ടീഷനിങ് ആയിരിക്കും, AC ഉള്ള ആംബുലൻസുകളായിരിക്കും. സിസ്റ്റം ടു വർക്കിംഗ് ഏരിയ ഫ്രം ദാറ്റ് വിച്ച് സെർവ്സ് ദ ക്യാബ്. This helps to keep a suitable temperature for any patients being treated, but may also have an extra features such as filtering against airborne pathogens. അപ്പൊ എല്ലാ ഇതും വേണ്ട. ചില സ്പെഷ്യൽ കേസുകൾ ഉണ്ടല്ലോ, ചില പേഷ്യൻസിന് നോർമൽ ടെമ്പറേച്ചർ കാര്യങ്ങൾ പറ്റില്ല. അപ്പൊ അവർക്ക് AC തന്നെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതിന് മാത്രം നമുക്ക് AC ആംബുലൻസ് അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ഉള്ള ആംബുലൻസ് ചൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ AC എന്ന് പറയുന്നത് ചില ആംബുലൻസിൽ മാത്രം ഉണ്ടായിരിക്കുന്ന കാര്യമാണ് കേട്ടോ. എല്ലാ ആംബുലൻസും AC ആംബുലൻസ് അല്ല. ചില ആംബുലൻസ് അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് AC ഉപയോഗിക്കുന്നത്. ചിലർക്ക് AC വേണം. പിന്നെ അത് കൂടാതെ തന്നെ ചില ഈ നമ്മള് എയറിൽ കൂടെ പകരുന്ന രോഗകാരികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എയർബോൺ പാത്തോജൻസിനെയൊക്കെ ഫിൽട്ടർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് AC ഉപയോഗിക്കാം. ഓക്കെ, ഫിൽറ്ററിങ് പോലുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സും ഈ AC-യിൽ ഉണ്ടായിരിക്കും. അപ്പൊ പുറത്തു നിന്നൊക്കെ ഉള്ള AC ഇട്ട് കഴിഞ്ഞാൽ വേറെ ഇതൊന്നുമില്ല. പുറത്തു നിന്നുള്ള എയർബോൺ പാത്തോജൻസ് ഒക്കെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നതും ഒക്കെ തടയും. ഇതെന്താ ഉപയോഗിക്കുന്നത്? ആൻഡ് ഓൾസോ ഹാവ് ആൻ എക്സ്ട്രാ ഫീച്ചേഴ്സ് സച്ച് ആസ് filtering against airborne pathogens. Airborne pathogens-ന് എതിരായിട്ടുള്ള ഒരു ഫിൽറ്റേഴ്സും ആംബുലൻസിൽ ഉണ്ടായിരിക്കും AC. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരെണ്ണം കൂടി ഉള്ളൂ അതിനകത്ത്. ഏഴാമത്തെ ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റ റെക്കോർഡ്സ്. These are often set in ambulance to record such detail as speed, braking power, and time. Activation of active emergency warning such as lights and sirens, and seatbelt usage. These are often used integrated with the GPS യൂണിറ്റ്. ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആയിരിക്കും. ഇന്ന സമയത്ത് ആംബുലൻസ് ഇന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന ദിവസം ഇത്ര ഡെത്ത് പേഷ്യൻസ് ഉണ്ടായിരുന്നു, അപ്പൊ എവിടെയൊക്കെ പോയി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡേറ്റാസും ഫുള്ളി റെക്കോർഡഡ് ആയിരിക്കും. ഡാറ്റ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും ആംബുലൻസിൽ ക്രൂസിന്റെ അടുത്ത്. അന്ന് ആംബുലൻസിൽ എവിടേക്കൊക്കെ പോയിന്നും എത്ര സമയത്ത് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതും അല്ലെങ്കിൽ എത്ര ഡെത്ത് പേഷ്യൻസ് ഉണ്ടാവുന്നു, എമർജൻസി കേസ് എത്രയുണ്ടായി, അപ്പൊ അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സുകളും ആ ക്രൂസിന്റെ അടുത്ത് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സ്പീഡ്, ആംബുലൻസിന്റെ സ്പീഡ്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് പവർ, ബ്രേക്ക്, ടൈം, ആക്ടിവേഷൻ ഓഫ് ആക്റ്റീവ് എമർജൻസി വാർണിംഗ് ലൈറ്റ്സ് സച്ച് ആസ് ലൈറ്റ്, സൈറൻ, സീറ്റ് ബെൽറ്റ് യൂസേജ്, ഇതെല്ലാം ഇന്ത്യയുടെ മെയിൻറ്റെയിൻ ചെയ്യണം. ആംബുലൻസിലൊക്കെ സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണ്, അത്രയും സ്പീഡിൽ പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സൈറണൊക്കെ കറക്റ്റ് അല്ലേ, ലൈറ്റുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത്, ഇതെല്ലാം ബ്രേക്കിംഗ് പവർ, സ്പീഡ്, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ചെക്ക് ചെയ്യുകയും അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യണം. ദീസ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് വിത്ത് GPS യൂണിറ്റ്, ഗ്ലോബൽ
പൊസിഷനിങ് സിസ്റ്റം. അതാണ് GPS എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചോ അവിടെ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇവ പല ആംബുലൻസുകളും ഒക്കെ GPS യൂണിറ്റുകളുമായിട്ടാണ് സംയോജിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ആംബുലൻസ് എവിടെയാണ്, ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് GPS യൂണിറ്റ്. അവിടെ ഒന്ന് എഴുതി വെച്ചാൽ ലൊക്കേഷൻ മനസ്സിലാക്കാൻ, കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് GPS യൂണിറ്റ്. അപ്പൊ പല ആംബുലൻസുകളും ഈ GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിട്ടായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ പോലീസ് അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഇതിന്റെ ഈ ഇപ്പൊ എന്താ ക്രൈം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ബോഡിയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ അവര് ഇതൊക്കെ വഴിയിലൂടെയാണ് എല്ലാ എന്താ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ ആംബുലൻസിന് അല്ലെങ്കിൽ എതിരെ വരുവാണെങ്കിലൊക്കെ നമുക്കപ്പോ ആംബുലൻസ് പോകുന്ന പാത്തൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ലൊക്കേഷനൊക്കെ എവിടെയാണ്, അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ആംബുലൻസ് ഏത് സ്ഥലത്താണെന്നൊക്കെ കറക്റ്റ് സ്ഥലം മനസ്സിലാക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് GPS യൂണിറ്റ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പല ആംബുലൻസുകളും GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ 7 എണ്ണമാണ് അതിനകത്ത് വരുന്നത്, എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതെന്ന് വെച്ചാൽ ഓരോന്നും വായിച്ച അതിന്റെ മീനിങ് പറയുന്ന ഒരു ഇതല്ല. നമ്മൾ എന്തൊക്കെയാണ് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിന്റെ യൂസേജ് എന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു പോയത്. ഈച്ച് ആൻഡ് എവരി സെന്റൻസ് വായിച്ച് അങ്ങനെ ഓരോ മീനിങ് പറയാനല്ല, അതിന്റെ ഒരു ആശയം എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 5 മിനിറ്റ് കൂടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം, ഞാൻ വായിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഏതൊക്കെയായിരുന്നു എക്യുപ്മെന്റ്സ് നമ്മൾ പറഞ്ഞത്? 2-way റേഡിയോ പറഞ്ഞു. 2-way റേഡിയോ ഇത് കമ്മ്യൂണിക്കേഷൻ, മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലിയർ ആയില്ലേ? 2-way റേഡിയോ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ എമർജൻസി ആയിട്ട് പോകുമ്പോൾ ഓൺ ദ വേയില് ആ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലുമായിട്ട് അവിടുത്തെ സ്റ്റാഫും ഒക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിലൊക്കെ 2-way റേഡിയോ ഉപയോഗിക്കാം. അപ്പൊ മൗത്ത് ടു മൗത്ത് നമ്മൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തരും. അങ്ങനെ ഉള്ളതിനാണ് 2-way റേഡിയോ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? അതിന്റെ യൂസേജ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഡ്രൈവേഴ്സും ആ ഹോസ്പിറ്റലിലുള്ള ആളുകളും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് 2-way റേഡിയോ. ഹോസ്പിറ്റലും അതുപോലെ തന്നെ ആ ഡ്രൈവേഴ്സും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് 2-way റേഡിയോ. നിങ്ങൾ അതിന്റെ മീനിങ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോ കേട്ടോ ഓരോന്നിന്റെയും. 2-way റേഡിയോ ഡ്രൈവേഴ്സും ഹോസ്പിറ്റലിലുള്ള ആളുകളും തമ്മിലുള്ള മെസ്സേജുകൾ, വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് 2-way റേഡിയോ. മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് 2-way റേഡിയോ അത് തന്നെ വാക്കി ടോക്കി പോലെയാണ് കേട്ടോ. അത് 2-way റേഡിയോ വാക്കി ടോക്കി പോലെയാണത്. എന്നുവെച്ചാൽ ഈ മെസ്സേജുകൾ ഇപ്പം നമ്മൾ പോണ വഴിക്കൊക്കെ പേഷ്യന്റ് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസിലെ ക്രൂസിന് തന്നെ മെസ്സേജ് കൊടുക്കാം, എങ്ങനെയുണ്ട്, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കിത് ഞങ്ങൾ ഇവിടെ വരെ എത്തി, ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തും എന്നുള്ളത് ആ ഒരു മെസ്സേജ് വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാം. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഈ ആംബുലൻസ് ചെല്ലുമ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിൽ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ വേറെ ടൈം ഒന്നും കളയണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെ മെസ്സേജുകൾ ഇത്രയും ഓർത്ത് വയ്ക്കാം. ഡ്രൈവേഴ്സും ഹോസ്പിറ്റലിലുള്ള ആളുകളും തമ്മിലുള്ള മെസ്സേജ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് 2-way റേഡിയോ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? വാക്കി ടോക്കി പോലെ തന്നെയാണ്. ഇത്രയും മനസ്സിലാക്കി വെക്കാം. അതിന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്ന അതാണ്. അതെ, ഫോർ എക്സാമ്പിൾ എ പ്രിയോറിറ്റി മെസ്സേജ് ടു വാൺ ദ ഹോസ്പിറ്റൽ ഓഫ് ദ ഇമ്മൻറ്റ്
അറൈവൽ ഓഫ് എ ക്രിട്ടിക്കൽ പേഷ്യൻസ്. ആ പേഷ്യൻസിന്റെ പെട്ടെന്നുള്ള ക്രിട്ടിക്കൽ ആയിട്ട് പേഷ്യൻസിന്റെ അറിയിപ്പ് മുൻകൂട്ടി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അറിയിക്കാനും ഈ 2-way റേഡിയോ ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഏതാ? മൊബൈൽ ഡാറ്റ ടെർമിനൽ ആണ്. അത് എന്താ ഇതിൽ നിന്നുള്ള ഒരു വ്യത്യാസം? എനിക്ക് പറയാം കേട്ടോ. ഇനി നമ്മള് കൂടുതൽ എമർജൻസി എന്നുള്ള മീനിങ് ആട്ടോ കാണിക്കുന്നത്. ഇൻവെന്റ് IMMINENT. കൂടുതൽ എമർജൻസി കൊടുക്കുന്ന പേഷ്യൻസുകളൊക്കെ ആസന്നമായ, ഫോർ എക്സാമ്പിൾ പ്രിയോറിറ്റി മെസ്സേജ് ടു വാൺ ദ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻവെന്റ്. പെട്ടെന്നുള്ള ആ ഒരു കൂടുതൽ എമർജൻസി ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ട് നമ്മൾ ചെല്ലുക എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആസന്നമായ. ഇനി അടുത്തത് രണ്ടാമത്തെ നമ്മൾ മൊബൈൽ ഡാറ്റ ടെർമിനലാണ്. മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഇതൊരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ഇവിടെ കണക്റ്റഡ് ആയിരിക്കും. ആംബുലൻസിലുള്ള ഈ സ്റ്റാഫുകള് ഇപ്പൊ പേഷ്യൻസിന് എന്തൊക്കെ കെയർ ആ കൊടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാന്നുള്ളതൊക്കെ അത് ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. മറ്റത് നമ്മൾ പറഞ്ഞുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. മെസ്സേജ് മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു 2-way റേഡിയോ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ ക്ലിയർ ആയിട്ട് ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ, ഒരു കൺട്രോൾ സെന്റർ, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ഇത് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോ സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആയിരിക്കും, എല്ലാം കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പേഷ്യൻസിന് കെയറോ കാര്യങ്ങളൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി പെട്ടെന്ന് ഇതാക്കി വരുവാണെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് അവിടുത്തെ നേഴ്സിനോ ഡോക്ടറിനോ ഒക്കെ അതിലൂടെ ആ എന്താ സ്ക്രീൻ കമ്പ്യൂട്ടർ ഇതിൽ നോക്കിയിട്ട് തന്നെ അതനുസരിച്ചുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റും. അതെന്ന് വെച്ചാൽ ലൈവാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആയിരിക്കും. വിളിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്താണ് കൂടുതൽ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ് റെക്കോർഡ് ആയിരിക്കും. മെഡിക്കൽ ടീമിന് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ക്ലിയർ വ്യൂ കിട്ടുവാണ്. ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റും. അവർക്ക് ക്രൂസിന് അത് നോക്കിയിട്ട് ക്രൂസിന് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ കൊടുക്കണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അത് പറ്റും. വീഡിയോ നോക്കിയിട്ട് തന്നെ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആംബുലൻസ് പോകുന്ന വഴി ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആയിരിക്കും. എല്ലാവരും ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് വയറൊന്നുമില്ല, വിത്തൗട്ട് വയർ ഉണ്ടോ, ലിങ്ക്ഡ് വിത്തൗട്ട് വയർ ടു എ സെൻട്രൽ കമ്പ്യൂട്ടർ. ഇതെല്ലാ കാര്യങ്ങളും ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, കണ്ട് അതനുസരിച്ചുള്ള സൊല്യൂഷൻ ക്രൂസിന്, ആംബുലൻസിലെ ക്രൂസിന് കൊടുക്കാൻ പറ്റും. ഇതാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എവിഡൻസ് ഗ്യാതറിംഗ്, CCTV. പിന്നെ CCTV വെക്കുന്നത് എന്തിനാ? ആംബുലൻസിന്റെ ഉള്ളിലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡായിരിക്കും, ഫുള്ളി റെക്കോർഡഡ് ആയിരിക്കും, കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് പിന്നെ അതുപോലെ എന്താ പറഞ്ഞേക്കുന്നേ, വയലൻസ്, ആംബുലൻസിലെ ക്രൂസിനെതിരായിട്ടുള്ള എന്തെങ്കിലും വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ആംബുലൻസിലെ ജോലിക്കാർക്ക് എതിരെ എന്തെങ്കിലും കുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ആരോപിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ആ നിരപരാധിത്വം ഒക്കെ നമുക്ക് ഈ CCTV ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് ചെക്ക് ചെയ്തറിയാലോ. അവരുടെ ഇതൊക്കെ തെളിയിക്കാനും അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എവിഡൻസ് ഗ്യാതറിംഗ്, CCTV. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പാണ്. എന്ന് പറഞ്ഞാൽ റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചെരിഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഈ നല്ല വണ്ണമുള്ള പേഷ്യൻസിനെ ഒക്കെ നമ്മള് നേരെ, അതുപോലെ തന്നെ കൂടുതൽ കെയർ കനക്കാതെ
ഷിഫ്റ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ കെയർ കൊടുക്കണം. അവരൊക്കെ നമുക്ക് പൊക്കിയെടുത്ത് കയറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ പേഷ്യൻസിനെ നമ്മൾ ആംബുലൻസിന് പുറത്ത് സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ട് ഇതും ആ റാമ്പുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നേരെ പതുക്കെ ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആംബുലൻസിലേക്ക് ആ സീറ്റിലേക്ക് അവര് ഓൾറെഡി അതൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ പൊക്കൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് കുറച്ച് ഹ്യൂജ് എക്യുപ്മെന്റ്സ്, നിയോണറ്റൽ ഇൻക്യുബേറ്റർ ഓർ ഹോസ്പിറ്റൽ ബെഡ്സ് ഇങ്ങനെയുള്ളതൊക്കെ കയറ്റണമെങ്കിൽ നമ്മൾ എടുത്ത് പൊക്കി കയറ്റണ്ട. അതൊക്കെ ഈ റാമ്പിൽ കൂടെ അതിലേക്ക് കയറ്റാൻ പറ്റും. പിന്നെ അടുത്തത് പറഞ്ഞത് ഏതാ, അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ട്രോമ ലൈറ്റിംഗ് ആണ്. നമ്മുടെ നോർമൽ വർക്കിംഗ് ലൈറ്റുകൾക്ക് പുറമെ ആംബുലൻസിൽ ട്രോമ ലൈറ്റ് ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ലൈറ്റ് ആയിരിക്കും. ചില പേഷ്യൻസിന് നോർമൽ ലൈറ്റ് പറ്റില്ല, ഫോട്ടോ സെൻസിറ്റീവ് ആണ് ലൈറ്റിനോട്. അവർക്ക് നോർമൽ ലൈറ്റ് അവർക്ക് പറ്റില്ലെങ്കിൽ അപ്പൊ അവർക്ക് ഇങ്ങനെ സ്പെഷ്യൽ ലൈറ്റിങ് കൊടുക്കാം. ഓഫൺ ബ്ലൂ ഓർ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആംബുലൻസിൽ സാധാരണ വർക്കിംഗ് ലൈറ്റുകൾക്ക് പുറമെ ഫിറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ലൈറ്റുകളാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ലൈറ്റ് അത് എല്ലാവർക്കും വേണ്ട. ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മാത്രം അതനുസരിച്ചുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റി ആംബുലൻസിൽ ഓൾറെഡി സജ്ജീകരിച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ അടുത്ത എയർ കണ്ടീഷനിങ്, AC പറഞ്ഞു. നമ്മൾ AC എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് നോർമൽ ഇത് പറ്റില്ലാത്ത കുറച്ചും കൂടി കെയർ ഒക്കെ കൊടുക്കുന്ന ചില പേഷ്യൻസ് AC വേണ്ടി വരും. അവർക്ക് വേറെ പുറമേ നിന്നുള്ള ഇതുമായിട്ട് എയറുമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാതെ അത്രയും സേഫ് ആയിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഇതിനകത്തൊക്കെ നമുക്ക് AC ആംബുലൻസ് ഡിപ്പെൻഡ് ചെയ്യാം. എല്ലാ ആംബുലൻസ് AC അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ മാത്രം നമുക്ക് എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ AC ആംബുലൻസിന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്താ, ഒരു നല്ലൊരു പേഷ്യന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടെ, എന്താ ഇത്, ഇറ്റ് ഈസ് ടു കീപ് ദ സ്യൂട്ടബിൾ, ദിസ് ഹെൽപ്സ് ടു കീപ് a suitable temperature for any patients being treated, but may also have an extra feature such as filtering against airborne pathogens. എയറിൽ കൂടെ പകരുന്ന പാത്തോജൻസിനെ ഒക്കെ അത് ഫിൽറ്റർ ചെയ്യും. അപ്പൊ അതൊന്നും പാത്തോജൻസ് ഒക്കെ അകത്തേക്ക് കടക്കാതെയൊക്കെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതൊക്കെ ഉണ്ട് AC-ക്ക്. അപ്പൊ പുറമേ ഉള്ള ഇതുമായിട്ടൊന്നും വേറെ കണക്റ്റഡ് അല്ലല്ലോ. അപ്പൊ അതിന് കൂടി എക്സ്ട്രാ ഫീച്ചേഴ്സും അങ്ങനെ ഉണ്ടായിരിക്കും അതില്. പിന്നെ അടുത്താണ് ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടായിരിക്കും. ആംബുലൻസ് ക്രൂസിന് ഇപ്പൊ നമ്മൾ ആംബുലൻസ് എടുത്ത് ഒരു സ്റ്റാർട്ട് ചെയ്ത സമയം, ഇന്നിപ്പോ എത്ര ഡെത്ത് കേസുകൾ ഉണ്ടായി, എത്ര ഡെഡ് ബോഡീസ് ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതുപോലെ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ റെക്കോർഡിക്കലി ഉണ്ടായിരിക്കും അവർക്ക് അതില്. പിന്നെ അതിനോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ആംബുലൻസിന്റെ സ്പീഡ്, അതിന്റെ ബ്രേക്കിംഗ് പവർ, പിന്നെ എമർജൻസി വാർണിംഗ് ലൈറ്റ്, സൈറനുകള്, സീറ്റ് ബെൽറ്റ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം അവര്. അതൊക്കെ എന്ന് വെച്ചാൽ ആംബുലൻസ് ആണ്, അത്രയും ഇതാണ്. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ ലൈറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ലൈറ്റ്, അതുപോലെ സൈറൻ, ഇപ്പൊ സൗണ്ട് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആംബുലൻസ് ആണെന്ന് പെട്ടെന്ന് ദൂരെയുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ ആംബുലൻസിന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമുക്ക് അതിന് പോകാനുള്ള ഒരു വഴിയൊക്കെ റെഡിയാക്കി കൊടുക്കാനല്ലേ സൈറനുകളൊക്കെ യൂസ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഒത്തിരി ദൂരെയാണെങ്കിൽ പോലും ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെ? അങ്ങനെയുള്ള സൈറനുകള്, ലൈറ്റ്, ഇതൊക്കെ ആംബുലൻസിന് മസ്റ്റ് ആണ്. അപ്പൊ അതൊന്നും ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സുകളും വേണം. പിന്നെ ദീസ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് വിത്ത് GPS യൂണിറ്റ്. ഇത് GPS യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. GPS എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ആംബുലൻസിന്റെ ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് GPS യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പാസീവ് വിഷ്വൽ വാർണിംഗ്. പാസീവ് വിഷ്വൽ വാർണിംഗ്, ഈ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? ആംബുലൻസിൽ കണ്ടിട്ടില്ലേ? ആംബുലൻസിൽ കണ്ടിട്ടുണ്ടല്ലോ. പ്ലസ് എന്നുള്ള സൈൻ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. റെഡിൽ എഴുതിയേക്കുന്ന പ്ലസ് സൈന്, അതൊക്കെ എന്താ ശരിക്കും?
എന്താ എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലുകളാണിത്. ഓക്കെ, എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലുകളാണ് ഇത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ആ സിംബലുകൾ ഫസ്റ്റ് നോക്കി, സ്ക്രോൾ ചെയ്യണോ? കാണുന്നില്ലേ നിങ്ങള്? ഓക്കെ, സിംബലുകൾ കണ്ടില്ലേ? അതിന് മുന്നേ ഒരു പിക്ചർ കണ്ടോ? കണ്ടോ ICU ആംബുലൻസ് ഒക്കെ കാണിപ്പിച്ചേക്കുന്നേ കണ്ടോ? ഓരോ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടോ? അതൊക്കെ നമ്മുടെ ഈ അത് നിങ്ങളൊന്ന് നോക്കി അറിയാം. കണ്ടോ? അതിന്റെ ഉള്ളിൽ എല്ലാ ഇതും, പിന്നെ ലിഫ്റ്റുകൾ, ട്രെയിൻ ലിഫ്റ്റ് കണ്ടോ? അതൊക്കെ പേഷ്യൻസിനെ അകത്തേക്ക് കയറ്റാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ പിക്ചർ ഒന്ന് നോക്കി അറിയാം. അതൊക്കെ നമുക്ക് അത് കഴിയുമ്പോൾ അത് അതിന്റെ ഉള്ളിലേക്ക് തന്നെ മടക്കി വെക്കാവുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെയാണ്. കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ നോക്കി? കാണുന്നില്ലേ നിങ്ങള്? ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, വെരി ഗുഡ്. ഉണ്ടോ? അതിനകത്ത് ആംബുലൻസിന്റെ ഇത് നോക്കി, 2-3 പിക്ചർ ആയിട്ട് കൊടുത്തേക്കണോ? അതിൻ്റെ ഉള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ? ഇതിനകത്തൊക്കെ പേഷ്യൻസിനെയൊക്കെ നമ്മള് അകത്തേക്ക് കയറ്റാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിൽ കൂടെ നമ്മൾ റാമ്പ് പോലെ നമ്മൾ നേരെ പതുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അതിലേക്ക് കയറ്റാം, ആംബുലൻസിലേക്ക് കയറ്റാം, നമ്മൾ പൊക്കിയൊക്കെ കയറ്റാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അകത്തേക്ക് പേഷ്യൻസിനെ കയറ്റി കഴിയുമ്പോഴേക്കും നമുക്കത് ചുരുക്കി മടക്കി അതിന്റെ ഉള്ളിലേക്ക് തന്നെ വെക്കാം. കാണിച്ച് കണ്ടോ? 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഓരോ 4 ഇതായിട്ട് കാണിച്ചേക്കണേ ഉണ്ടോ? ഏറ്റവും താഴേക്ക് അത് ഇതാവും. അതിൽ കൂടെ പതുക്കെ നമുക്ക് പതുക്കെ ആ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ചത് പൊക്കി പിന്നെ അത് അകത്തേക്ക് കയറ്റി പിന്നെ അത് മടക്കി അത് വെക്കാം. കണ്ടോ? അതൊക്കെ പല ടൈപ്പ് ആംബുലൻസിൽ പല രീതിയിലായിരിക്കും തന്നേക്കുന്നത്. ഇനി അടുത്ത് ഇവിടെ തന്നേക്കുന്ന കുറച്ച് സിംബലുകളാണ്. കണ്ടില്ലേ? പാസീവ് വിഷ്വൽ വാർണിംഗ്. ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫസ്റ്റ് സെക്കൻഡ് കണ്ടിട്ടുണ്ടാവും. ആംബുലൻസിൽ ഒക്കെ കാണുന്ന സിംബലുകളാണ്. ഇതെന്താ? എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലുകളാണിത്. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബൽ, കോമൺ സിംബലുകളാണിത്. അതെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഓരോ രാജ്യങ്ങളിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലാണ്. ഓരോ രാജ്യങ്ങളിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഇത്. ഫസ്റ്റ് നോക്കിയേ, സ്റ്റാർ ഓഫ് ലൈഫ്. അതാണ് ഫസ്റ്റ് സിംബലിന്റെ പേര്, സ്റ്റാർ ഓഫ് ലൈഫ്. ഇത് എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സിംബലാണ്. എല്ലാം ഇത് തന്നെ. സിംബൽ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എമർജൻസി മെഡിക്കൽ സർവീസ്. ഇതാണ് ഈ സിംബലുകൾ. അതൊന്നും അവിടെ എഴുതി വെച്ചോ കേട്ടോ. സിംബൽ is used to identify emergency medical services. Identify emergency medical services. എമർജൻസി മെഡിക്കൽ സർവീസ് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളാണിത്. ഓക്കെ, അതിനകത്ത് സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, ഇത് രണ്ടും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതാണ്. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, ഇത് രണ്ടും ഇന്ത്യയിൽ മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലാണ്. ആംബുലൻസിലൊക്കെ ഫ്രണ്ടിലോ സൈഡിലോ ഒക്കെ കണ്ടിട്ടില്ലേ? പ്ലസ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം
അത് മെഡിക്കൽ എമർജൻസി കാണിക്കുന്ന സിമ്പിൾ ആണ്. ആംബുലൻസിന്റെ ഒക്കെ ഡോറിന്റെ ഒക്കെ ബാക്കിൽ ആ ചില്ലിന്റെ ഒക്കെ അവിടെ അതേ സ്റ്റാർ ഓഫ് ലൈഫ് ഒക്കെ ഇങ്ങനെ ആ പടം വരച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ സിമ്പിൾ ഉണ്ടാവും. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളുകളാണ്. ഓക്കെ, സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, പിന്നെ അടുത്ത റെഡ് ക്രസന്റ്, മാൾട്ടീസ് ക്രോസ്. വേറെ ഒന്നുമില്ല, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ്. മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഓരോ സിമ്പിളിന്റെ പേര് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. സിമ്പിൾ തന്നിട്ട് അതിന്റെ പേര് ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. സ്റ്റാർ ഓഫ് ലൈഫ്, രണ്ടാമത്തെ പ്ലസ് എന്നുള്ളത് അറിയാലോ, റെഡ് ക്രോസ്, പിന്നെ അടുത്തത് സി പോലെ ഇങ്ങനെ വരച്ചേക്കുന്ന റെഡ് ക്രസന്റ്, പിന്നെയാണ് മാൾട്ടീസ് ക്രോസ്. പിന്നെ അടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആംബുലൻസില് ചെക്ക്, പാറ്റേൺ മാർക്കുകള്, ചെക്ക് മാർക്ക് കണ്ടിട്ടില്ലേ? ഒന്നില്ലെങ്കിൽ റെഡും പിന്നെ ഏതാണ് വൈറ്റും ആയിട്ടുള്ള ചെക്ക്, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീനും യെല്ലോയും ഉള്ള ചെക്ക്. ഇതൊക്കെ ആംബുലൻസിന്റെ സൈഡില് ഉണ്ടാവും. ഇതൊക്കെ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് അത് എപ്പോഴും ഉണ്ടാവും, പാസീവ് ആയിരിക്കും. എപ്പോഴും അതിനകത്ത് ആംബുലൻസിന്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ സിമ്പിൾസ് കാണാം. റെഡും വൈറ്റും ഉള്ള ചെക്ക് പോലെയുള്ളതോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യെല്ലോയും ഗ്രീനും ഉള്ള ചെക്ക് പോലെയുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മതി. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇന്നിപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുള്ളൂ കേട്ടോ, എക്യുപ്മെന്റ്സുകൾ മാത്രം. അപ്പൊ അത് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ യൂസ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഏതെങ്കിലും നിങ്ങൾക്ക് അതിൽ കിട്ടാത്തതുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടോ എന്ന് നോക്കി വേഗം. കുറച്ചെടുത്തോളൂ, നമ്മൾ ഒരു ചെറിയൊരു 7 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എക്യുപ്മെന്റ്സുകള് ഫസ്റ്റ് ഏതൊക്കെയാ പറഞ്ഞേ? നെഹ്റിൻ ഒന്ന് പറയോ, ഏതൊക്കെ എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കിയത്? ടു-വേ റേഡിയോ, പിന്നെ മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ്, CCTV, ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്, ട്രാമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഡാറ്റ റെക്കോർഡ്സ്. അപ്പൊ എല്ലാ ഒരു ഡാറ്റാസ് അവിടെ ഓൾറെഡി ആംബുലൻസിലെ ക്രൂസിന്റെ കയ്യിൽ ഉണ്ടാവും ഡാറ്റാസ്. അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും വെരിഫൈ ചെയ്യണമെങ്കിലോ ക്ലിയർ ആക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഡാറ്റാസിൽ ആ ഡാറ്റ അവർക്ക് കയ്യിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് ഇരിക്കും. അതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ്. പിന്നെ അതുകൂടാതെ എന്താ പറയാ, ലൈറ്റും സൈറണും സീറ്റ് ബെൽറ്റും പിന്നെ ബ്രേക്കിംഗ് പവറും അതുപോലെ സ്പീഡ് ഇങ്ങനെയുള്ളതെല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു കംപ്ലൈൻസ് വന്നുകൊണ്ട് നമുക്കിപ്പോ ലൈറ്റ് ഇല്ലാതെ നമുക്ക് ഓടാനോ അല്ലെങ്കിൽ സൈറൻ ഇല്ലാതെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൂടാതെ എല്ലാം ഈ GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. GPS എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അതും ഈ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ടാവും. ആംബുലൻസിന്റെ ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്ഥലം ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഒന്ന് വായിച്ചിട്ട് വരിക, എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഞാൻ വായിപ്പിക്കാം കേട്ടോ. ഓരോന്നൊന്നുകൂടെ വായിപ്പിച്ചു തരാം. ഓക്കെ, ഇത് അറിയാലോ നിങ്ങൾക്ക്. പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാ? എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആണ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റത്തെ രണ്ടെണ്ണം അല്ലേ, സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസ് എന്ന് പറയുന്നത്, അത് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആംബുലൻസിൽ അത് സിമ്പിള് എപ്പോഴും ഉണ്ടാവും അത് അല്ലെ? ഓൾറെഡി പെയിന്റഡ് ആയിരിക്കും, പെയിന്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ്. നിങ്ങൾ അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ആ സിമ്പിൾ തന്നിട്ട് ഏതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്.
അത് 4 ഉള്ളൂ, അത് നോക്കാം. പിന്നെ അടുത്തത് ചെക്ക് മാർക്കുകളാണ്. അത് 2 ഇതുകളുണ്ടാവും. കൂടുതൽ നമ്മൾ റെഡും വൈറ്റും ഉള്ള ചെക്ക് ആയിരിക്കും കൂടുതൽ. ഇങ്ങനെയും ഉണ്ടാകും, യെല്ലോയും ഗ്രീനും ഉള്ള. കണ്ടിട്ടുണ്ടോ ആംബുലൻസിന്റെ സൈഡിലൊക്കെ ഇങ്ങനെയുള്ള ചെക്ക് ഇത് വെച്ചേക്കുന്നത്? പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ്, എവിടെ നിന്നാണെങ്കിലും ആംബുലൻസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എമർജൻസി കാണിക്കുന്ന സിമ്പിളുകളാണ് ഇത്. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് അങ്ങോട്ട് 7 ഒരുമിച്ച് പറയാൻ വേണ്ടിയാട്ടോ ഞാൻ അത് വായിപ്പിക്കാത്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, നിങ്ങൾ ഇന്നൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am.